ഹായ്, ഞാൻ സുനിതയായിരുന്നു എജുവേൾഡിൽ നിന്ന്. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് തിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ്. TSMU എന്ന് പറയും. ജോർജിയയിലെ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TSMU എന്ന് പറയുന്നത്. പൊതുവെ ജോർജിയ നോക്കുന്ന പാരൻസിനും സ്റ്റുഡൻസിനും ഒരു ധാരണയുണ്ട്, TSMU എന്ന് പറയുന്നത് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ള ധാരണ. ശരിക്കും അത് തെറ്റാണ്. അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റി വരുന്നത് തിബ്ലിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയതാണ് TSMU എന്ന് പറയുന്നത്. അതായത് TSMU ഹാഫ് പബ്ലിക്കും ഹാഫ് പ്രൈവറ്റുമാണ്, നമ്മളെ നാട്ടിലെ എയ്ഡഡ് സ്കൂൾ പോലെ. സോ TSMUയുടെ ഇത്രയും ഹൈപ്പുള്ളൊരു യൂണിവേഴ്സിറ്റി ആയിട്ട്, അതായത് ഇന്ത്യൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. TSMUവിൽ കുട്ടികൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ പാസിംഗ് റേഷ്യോ ഏറ്റവും കൂടുതലാണെന്ന്. അതായത് 6 വർഷം പഠിച്ചു കഴിഞ്ഞിറങ്ങുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ജോർജിയയിൽ വരുന്നത് TSMUവിലേക്കാണ്. ഇതിന് കാരണം എന്താണെന്നറിയോ? TSMUയുടെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ മുതൽ തന്നെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ, അതായത് ജോർജിയയിലെ കോക്കസ് ആവട്ടെ, SCU ആവട്ടെ, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ആവട്ടെ, ബത്തുമി ആവട്ടെ, ഏത് യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിന് നമുക്ക് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഒരു പേപ്പർ പോയിട്ടുണ്ട്, അവർക്ക് സെംബാക്ക് അപ്പം കിട്ടാറില്ല, ഒരു ചാൻസും കൂടി കൊടുക്കും, അല്ലെങ്കിൽ 2 or 3 ചാൻസ് കൊടുക്കാറുണ്ട്. TSMUയുടെ കേസിൽ സ്റ്റുഡൻസിന് അങ്ങനെ കൊടുക്കാറില്ല, കൂടിപ്പോയാൽ ഒരു ചാൻസ്. അതിനുള്ളിൽ അവരത് എഴുതിയെടുത്തില്ലെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി സെംബാക്ക് അടിക്കും. നമുക്ക് ആ ഫീസിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഫുൾ ഫീസോ അടച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. സോ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും 6th ഇയർ എത്തുമ്പോഴേക്കും പാസിംഗ് റേഷ്യോ ഏറ്റവും കൂടുതലാക്കി വരുന്നത്. സോ നിങ്ങളുടെ +2% ഓഫ് മാർക്ക് ഒരു 80 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 85% ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ, നിങ്ങളുടെ സിസ്റ്റർ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ TSMU ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം സ്റ്റുഡൻസിന് അത്രത്തോളം ടീച്ചേഴ്സ് ആക്യുറേറ്റ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ പല ക്യാൻഡിഡേറ്റ്സും പറയുന്ന ഒരു കാര്യമുണ്ട്, മാം ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻസിന് അനാട്ടമിക്ക് തോൽപ്പിച്ചു, അല്ലെങ്കിൽ മാർക്ക് കുറവായിരുന്നു, ഒരു പേപ്പർ പോയപ്പോൾ ഞങ്ങൾ വീണ്ടും സെംബാക്ക് അടിച്ചു. ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആ പോർഷൻസ് അല്ലെങ്കിൽ ആ ടീച്ചേഴ്സ് എടുക്കുന്ന പോർഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഈ ഒരു വർഷം അല്ലെങ്കിൽ 2nd ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് പഠിക്കും. അത് കഴിഞ്ഞ് 3rd ഇയർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സിമ്പിളായി. ആ പ്രാക്ടിക്കൽസ് കൂടി കിട്ടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പാസ് ഔട്ട് ആവാനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് TSMU എന്ന് പറയുന്നത്. TSMUയുടെ ഫീസ് വരുന്നത് $8,000. ഇത്രയും കൂടിയ ഫീസ് ഉണ്ടായിട്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വർഷം നമ്മൾ മിനിമം 25ഓളം സ്റ്റുഡൻസിനെ അയക്കുന്നുണ്ട്. ഇത് ആളുകൾ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ? മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെ, അതായത് പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TSMU എന്ന് പറയുന്നത്. നമുക്കൊരു ദുബായ് റെസിഡൻറ്റ് വിസയുണ്ട്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലെ റെസിഡൻറ്റ് വിസയുണ്ട്. നമുക്ക് എനി ടൈം ജോർജിയയിലോട്ട് കയറാം. സ്റ്റുഡൻസിന് പാരൻസിനും അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്യാം. കുട്ടികൾ അപ്പാർട്ട്മെൻ്റ് എടുത്ത് മാറുമ്പോൾ ഒരു വെള്ളിയാഴ്ച വന്ന് സൺഡേ വരെയൊക്കെ നിൽക്കാനുള്ളൊരു ചാൻസും, സ്റ്റുഡൻസിനായിട്ട് പുറത്തേക്ക് പോയി ഔട്ടിംഗ് നടത്താനുള്ളൊരു ചാൻസും TSMUവിൽ നമുക്ക് പറ്റുന്നുണ്ട്. ഇനി TSMUയുടെ ഏറ്റവും അടുത്ത ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ്. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും എല്ലാം നമ്മൾ സ്റ്റുഡൻസിനെ അയച്ചിട്ട് കുട്ടികൾ പക്ക ഹാപ്പി ആയിട്ടുള്ള ഹോസ്റ്റലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉൾപ്പെടെ മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾക്ക് ഹോസ്റ്റലിലെ ഫുഡ് മടുത്തു, അവർക്കൊന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകണം, അല്ലെങ്കിൽ മലയാളി ഫുഡ് കഴിക്കണം, തൊട്ടടുത്ത് തന്നെയുണ്ട് പാലസ് കിച്ചൻ. ഒരു 12 ജയിൽ കൊടുത്ത്, അതായത് ഇന്ത്യൻ റുപ്പി ഒരു 380 രൂപയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ബിരിയാണി കിട്ടും. സോ കുട്ടികൾ ഒരിക്കലും ഇന്ത്യൻ ഫുഡോ അല്ലെങ്കിൽ മലയാളി ഫുഡോ മിസ് ചെയ്യാറേയില്ല. ഇതൊരു ഫാക്ട് ചെക്കും കൂടിയാണ്. അതായത് സ്റ്റുഡൻസിന് TSMUവിൽ ഈ സെംബാക്ക് ഇഷ്യൂ എന്നുള്ളത് പലരും നെഗറ്റീവായിട്ട് പറയാറുണ്ട്. പക്ഷേ എൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ ഓൺ മൈ ഒപ്പീനിയൻ, ഇറ്റ്സ് എ പോസിറ്റീവ് സൈഡ്. കാരണം എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ +2ന് മിനിമം 80% മാർക്കുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷനായിരിക്കും TSMU. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 50 to 60 lakhs കൂടിയായിരിക്കും വരുന്നത്. കാരണം ഫീസ് ഏകദേശം $8,000 ആണ്. ഇനി TSMUയുടെ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലും ഈ വർഷം മുതൽ പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിന് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.